അങ്ങനെ സെക്കൻഡ് പാർട്ട് എടുത്ത് കൊളായ പടത്തിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു പടമാണ് വന്നേക്കുന്നത് നമ്മുടെ പുഷ്പ 2. അപ്പോൾ ഇതൊരു പുഷ്പ 2യുടെ വീഡിയോയാണ്. പക്ഷേ ഇത് സ്പോയിലർ ഉണ്ട്. എന്നാലും നിങ്ങൾ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് സ്പോയിലർ മുഴുവൻ അറിഞ്ഞിട്ട് പോയാലും സ്പോയിലർ ഒന്നും അറിയാതെ പോയാലും വലിയ അർത്ഥവ്യത്യാസമൊന്നും വരുന്നില്ല. പുഷ്പ 1 എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സിനിമയല്ലായിരുന്നു. പക്ഷേ പുഷ്പ 1 കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ അത് പുഷ്പ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചൊരു സിനിമയായിരുന്നു. പക്ഷേ പുഷ്പ 2ലേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു പുഷ്പ 3ക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചൊരു സിനിമ പോലെ തോന്നി. ഇപ്പോൾ 4 വരുമ്പോഴത്തേക്ക് 3 വരുമ്പോഴത്തേക്ക് അത് 4ന് വേണ്ടി സെറ്റ് ചെയ്ത് സെറ്റപ്പാവും. അങ്ങനെ നീണ്ടിട്ട് പോകത്തേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒരു പല എപ്പിസോഡ് ചേർത്ത് വെച്ച, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലിങ്കും ഇല്ല. ഒരു വില്ലൻ വരുന്നു, അവൻ മരിക്കുന്നു, അടുത്തവൻ വരുന്നു, അവൻ മരിക്കുന്നു. ഇവിടെ ഫസ്റ്റ് തീർന്നപ്പോഴത്തേക്കും ഫഹദിനെയൊക്കെ അങ്ങനെ എടുത്ത് മുകളിൽ വെച്ച് സെക്കൻഡ് പാർട്ടിൽ ഫഹദിൻ്റെ ഒരു വില്ലനീസം ആയിരിക്കുന്നൊക്കെ വിചാരിച്ച് നമ്മൾ പടത്തിന് പോയത്. പക്ഷേ നിങ്ങൾ കണ്ടു നോക്ക്, കണ്ടൊരു അഭിപ്രായം പറയാം. ഫഹദിൻ്റെ ഒരു ഏറ്റവും മോശം പെർഫോമൻസാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ചില കോമഡിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പുള്ളി സീരിയസ് ആയിട്ട് ചെയ്താലോ, പുള്ളി കോമഡി ആയിട്ട് തന്നെ ചെയ്തെന്ന് തോന്നും. ഒരു ആവേശത്തിൻ്റെ ഒരു ഹാങ് ഓവർ നമുക്ക് കാണാൻ പറ്റും ഈ പടത്തിൽ ഫഹദിൻ്റെ. പിന്നെ ഫഹദിൻ്റെ ക്യാരക്ടർ അത്ര ബിൽഡപ്പ് ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുത്തിട്ട് സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോഴത്തേക്കും അതൊന്നുമല്ല സൈ പോയാലോ എനിക്ക് തോന്നി. പിന്നെ അല്ലു അർജുനെ മുകളിൽ കയറ്റി നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളിക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടിയാണല്ലോ. അപ്പോൾ ഈ ദേശീയ അവാർഡ് കിട്ടണ കരണമെന്ന് പുള്ളീനെ ആരാണ്ട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ദേശീയ അവാർഡിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളി ആയിന്നോട്ട് അവസാനം വരെ കുറേ കരയുന്ന സീനുണ്ട്. പക്ഷേ സെൻറ്റിമെൻറ്റ് സീനൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാടാകുമ്പോഴത്തേക്കും ഈ തമിഴ് സിനിമയിലെ ഒരു പാസം സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് കറക്റ്റായിട്ട് ഓരോരോ പാസങ്ങളാണ്. തങ്കച്ചി പാസം, അമ്മ പാസം, പിന്നെ വൈഫിൻ്റെ പാസം വേറെ, ഇതൊരു പുതിയ പാസമാണ്, ചെറിയച്ചൻ പാസം. ഈ രക്തചന്ദ്രൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണല്ലോ ഈ പുഷ്പ ഫുൾ ഓടുന്നത്. പക്ഷേ ഈ ഒരു പുഷ്പ 2 നോക്കുവാണെങ്കിൽ അവിടെ ഇവിടെയും കുറച്ച് രക്തചന്ദ്രനും സ്മഗ്ലിങ്ങും സിൻഡിക്കേറ്റും വരുന്നതല്ലാണ്ട് ബാക്കി ഫുൾ ഒരു സീരിയൽ ട്രാക്കിലേക്കാണ് പോകുന്നത്. ഒരു ഫാമിലി ഡ്രാമ ഒക്കെ ഉദ്ദേശിച്ച് ചെയ്ത പോലെ അല്ലേ. പക്ഷെ അതൊന്നും എത്തിയില്ല. പക്ഷേ രാവിലെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂ പടത്തിന് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പടം ഒരു ആവറേജ് പടമുണ്ട്. നമുക്ക് തിയേറ്ററിൽ വൺ ഡേ വാച്ചബിളാണ് പടം. പക്ഷേ നമ്മളെ ഫസ്റ്റ് വെച്ചൊരു ബെഞ്ച് മാർക്ക് വെച്ച് കമ്പയർ ചെയ്യും. പിന്നെ KGFൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് ഓഫ് കോഴ്സ് എല്ലാവരും കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കുള്ള ഒരു സെറ്റപ്പൊന്നും ഇല്ല. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഭയങ്കര മോശം അഭിപ്രായം വരുന്നത്. പിന്നെ ഈ 3 മണിക്കൂർ 40 മിനിറ്റ് മറ്റേ ഇൻ്റർവെല്ലും കൂട്ടി 3.5 മണിക്കൂറുണ്ട് പടം. 3.5 മണിക്കൂറൊക്കെ തിയേറ്ററിൽ പിടിച്ചിരുത്താനും മാത്രം ഉള്ളതൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് പോലെ തോന്നിയെന്ന് വെച്ചാൽ, സാധാരണ എല്ലാ അല്ലു അർജുൻ പടത്തിനകത്തും പുള്ളി ഒന്നുമില്ലെങ്കിലും പുള്ളിയുടെ ഡാൻസും പിന്നെ പാട്ടും നല്ലതായിരിക്കും. ഇതിനകത്ത് പുള്ളിയുടെ ഡാൻസ് സ്റ്റെപ്പൊന്നും എനിക്ക് അത്രയൊന്നും വർക്കായില്ല. പുള്ളി ഒരു എന്താ പറയുക, ഒരു മരക്കലം പോലെ പുള്ളി നിൽക്കും. പുള്ളി നമ്മുടെ മമ്മൂട്ടി ഡാൻസ് ചെയ്യുന്ന പോലെ കൈയൊക്കെ വെച്ച് വേറെ സാധനം കാണിക്കും, ചുറ്റുള്ളൊരു അത് കാണിക്കും. എനിക്കത്ര സ്റ്റെപ്പൊന്നും അത്ര വർക്കൗട്ടായില്ല. ആദ്യമായിട്ടാണ് അല്ലു അർജുൻ പടം കണ്ടിട്ട് ഡാൻസ് അത്ര പോരാൻ തോന്നിയത്. പിന്നെ പുള്ളി ഡാൻസൊന്നും അത്ര ഫിറ്റ് അല്ലാത്ത പോലെ തോന്നി. ബോഡിയൊക്കെ അത്ര ഫിറ്റ് അല്ലാത്തതും ഫ്ലെക്സിബിൾ അല്ലാതെ തോന്നി. ചിലപ്പോൾ ആ ക്യാരക്ടർ പിടിച്ചായിരിക്കും. എന്നാലും അല്ലു അർജുൻ പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് വെറൈറ്റി സ്റ്റെപ്പൊക്കെ ആണല്ലോ. അതൊക്കെ ഒരു ഒരു വെറൈറ്റി ഐറ്റംസ് ഒന്നും കണ്ടില്ല. പുള്ളി ചെയ്തത് തന്നെ ഒന്നോ രണ്ടോ അങ്ങോട്ടും മാറി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഫൈറ്റ് ആണെങ്കിലും നമ്മളൊരു ഫൈറ്റ് തുടങ്ങി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നാലും ഫൈറ്റ് തീരത്തില്ല. അതൊക്കെ നമ്മൾ എന്താ പറയുക, ക്ലൈമാക്സിൽ എല്ലാ പടത്തിലും ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു, കിടിലം സെറ്റപ്പ്. പക്ഷെ ഇത് ഭയങ്കര കോമഡിയാണ് ഫൈറ്റ്. അതൊരു എനിക്ക് ലാസ്റ്റ് 20 മിനിറ്റോളം ഒരു ക്ലൈമാക്സ് ഫൈറ്റാണ്. പക്ഷേ പടം തീരുമ്പോഴുള്ളത് നമ്മൾ മനസ്സിലാവുള്ളൂ അത് ക്ലൈമാക്സ് ഫൈറ്റ് ആയിരുന്നു. പക്ഷെ അത് വലിച്ചു നീട്ടി ആ ഒരു ഫൈറ്റ് 15 മിനിറ്റോളം ആ ഫൈറ്റ് തന്നെ കൊണ്ടുപോകും. നമ്മൾ മടുക്കുക ലാസ്റ്റ്. അതുകൊണ്ട് ബാക്കി ഫൈറ്റുകളൊരു അവിടുത്തെ ഒരു ടെമ്പിളിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് നല്ല രസമായിരുന്നു. നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്തത്. പുള്ളി ആ സാരി ഉടുത്തിരിക്കുന്ന സീൻ പോസ്റ്ററിലൊക്കെ ഉള്ളു, ആ ഒരു സീക്വൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ രശ്മിക്കാണെങ്കിലും ആ ഒരു സീനിൽ രശ്മിക നന്നായിട്ട് പെർഫോം ചെയ്തു. ബാക്കി ഫസ്റ്റ് ഹാഫിൽ രശ്മിയുടെ റിപ്പിക്കൽ ഒരുപാടുണ്ട്. ഒരു അരമണിക്കൂർ അങ്ങനെ പോകുന്നുണ്ട്. അത് തന്നെ കട്ട് ചെയ്ത് മാറ്റുമായിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ എൻഗേജിങ് ആണ്. പക്ഷേ ചിലപ്പം കേരള ഓഡിയൻസിന് അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും, അവിടുത്തെ ഓഡിയൻസിന് വർക്കാവുമായിരിക്കും. പിന്നെ രശ്മികയുടെ അഭിനയം ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഈ സെക്കൻഡ് പാർട്ടിലെ സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ ആണെങ്കിലും ചെയ്തതല്ല നല്ലതാണ്. പക്ഷേ ഒരു ത്രെഡില്ല, ഒരു കഥയില്ല. ഇതിന് മുമ്പോട്ട് പോകാനായിട്ട് ഒരു സംഭവമില്ല. കാരണം എല്ലാത്തിനെയും ലിങ്ക് ചെയ്ത് നിർത്തുന്നത് ഇവരുടെ ഈ സ്മഗ്ലിങ്ങും അതൊക്കെയാണല്ലോ. അതല്ല നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇപ്പം KGF ആണെങ്കിലും ആ ഓരോ കഥയും പോകുന്നത് ആ ഒരു ഗോൾഡ് സ്മഗ്ലിങ്ങും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും പിന്നെ അതിൻ്റെ കൂടെയാണല്ലോ ബാക്കി കുറച്ച് അമാപ്പാസോ അതുപോലെ കയറ്റുന്നത്. ഇത് ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു തുടക്കമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ സ്മഗ്ലിങ് എല്ലാം പോയിട്ട് വേറെ കഥയൊക്കെ ആവും. നിങ്ങൾ കണ്ട പുഷ്പ ഒരു കുടുംബസ്ഥനായ പുഷ്പ, ഒരു എന്താ പറയുക, ഒരു ഒരു നമ്മുടെ കാര്യസ്ഥൻ്റെ അത്തൊക്കെ പോലത്തെ ദിലീപിൻ്റെ ക്യാരക്ടർ പോലത്തെ ഒരു അങ്ങനത്തെ പുഷ്പമായിട്ട് മാറും. പിന്നെ ആ ഒരു രീതിയിലാണ് ഒരു സീരിയൽ ലെവലാണ് കഥ പോകുന്നത്. തുടക്കം എന്തൊക്കെയോ കാണിക്കുന്നത്. ആദ്യത്തെ ഇൻട്രോ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ലോക്കൽ പടം എടുത്തു വെച്ചേക്കുന്നത്. ഒരു മാസ് മസാല തമിഴ് മൂവി സെറ്റപ്പ്, അത് ലോ ബഡ്ജറ്റ് തമിഴ് മൂവി സെറ്റപ്പിലാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റാണ്. അവിടെ വെച്ച് തന്നെ നമുക്ക് പടം പോയി എന്ന് മനസ്സിലാവും. കോമഡികളൊന്നും അങ്ങനെ അധികം വർക്കായില്ല. പിന്നെ ഫഹദ്ഫാസിൻ്റെ കുറച്ച് കോമഡീസ് വർക്കായിട്ടുണ്ട്. ഫഹദിനെ ആണെങ്കിലും വേണ്ടത് ഉപയോഗിച്ചിട്ടില്ലെന്ന് വേണം പറയാം. എന്താ പറയുക, പുള്ളീനെ അല്ലു അർജുൻ്റെ മുകളിൽ പോകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്തൊക്കെ ചെയ്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പടം കാണുമ്പോഴത്തേക്കും. പിന്നെ ഒരു വില്ലൻ പോകുന്നു, ഒരു കാര്യമില്ല, അടുത്ത വില്ലൻ വരുന്നു. നമ്മൾ ഈ പണ്ട് ബാലരമയിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഈ ശിക്കാരി ശംഭു ഓരോ എപ്പിസോഡ് എഴുതത്തില്ലേ, അതുപോലെ
ഒരാൾ ഒരു ഒരു 20 മിനിറ്റ് ഒരു കഥയായിരിക്കും, അടുത്ത 20 മിനിറ്റ് അടുത്ത കഥയായിരിക്കും. ഇത് വലിയ ഒരു ബന്ധവുമില്ല. ചുമ്മാ ഇത് നമുക്ക് വരെ ഒരു 100 എപ്പിസോഡുകളിൽ ഇറക്കാൻ പറ്റും. കാരണം ഒരാൾ വരുന്നു, പുഷ്പനെ കൊല്ലുന്നു, അടുത്തവൻ വരുന്നു, കൊല്ലുന്നു, അങ്ങനെ മാറുന്നു, അങ്ങനെ മാനവനെ പോയിക്കൊണ്ടിരിക്കും. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, അല്ലു അർജുനൊക്കെ പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഫഹദിൻ്റെ പെർഫോമൻസ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല. പക്ഷേ ഒരുപാട് പേര് നല്ലത് പറയുന്നുണ്ട്. ചിലപ്പം നമ്മൾ വേറെ രീതിയിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും. കണ്ട് മടുത്ത കുറേ ക്യാരക്ടർ പോലെ തന്നെ തോന്നി. ഫഹദിനെ എനിക്ക് അത്ര, പിന്നെയും അല്ലു അർജുൻ്റെ പെർഫോമൻസ് ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ പാസം ഉണ്ടെങ്കിലും പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് ഈ ഒരു പുഷ്പ ലെവൽ ഹൈ ബഡ്ജറ്റ് പടത്തിൽ ഒരു കുടുംബകഥ എക്സ്പെക്ട് ചെയ്തല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളാണ്. പക്ഷേ പടം എന്തൊക്കെയായാലും ഒരു ആവറേജ് സെറ്റപ്പ് ഉണ്ട്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂ ഭയങ്കര ഡീഗ്രേഡിങ് വരുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്യാനൊന്നുമില്ല. പടം ഒരു ആവറേജ് ആയിട്ടും ഉണ്ട്. പിന്നെയാണ് വലിയ KGF 2 ബാഹുബലി 2 ഒന്നും പ്രതീക്ഷിച്ച പോലെ. പുഷ്പയുടെ കൊച്ചു ജീവിതത്തിലെ കൊച്ചു കഥ. പുഷ്പരാജ് എപ്പോഴും ഇഷ്ടിന്ന് കുറച്ച് ഒരു പെട്ടിയും പൈസ ആയിട്ട് ഇറക്കും. എന്നിട്ട് വഴി കാണുന്നവർക്കൊക്കെ കുറേ പൈസ കൊടുക്കും. എന്നിട്ട് പുള്ളി തിരിച്ചു തരും. മറ്റേ നമ്മുടെ പക്ഷിരാജനില്ലായിരുന്നു എന്തിനും പോലെ, അതുപോലെയാണ് ഈ പുഷ്പരാജനായി മാറിയതിനകത്ത്. അയ്യോ, അപ്പം ഒരു കോമഡി സെൻസിൽ എപ്പോഴാണ് കുറച്ചിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവരെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിരിക്കണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ എന്താ ടേലൻ്റൊക്കെ, പുഷ്പയുടെ ടേലൻറ്റ് ഫസ്റ്റിൻ്റെ ടേലൻ്റൊക്കെ ഭയങ്കരമായിട്ടില്ല. ഇത് ടേലൻറ്റും വലിയ മെച്ചമൊന്നുമില്ല. നമ്മൾ പിന്നെ നമ്മൾ തീരാൻ പ്രാർത്ഥിക്കും. അവസാനമാകുമ്പോഴത്തേക്ക് അയ്യോ തീർന്നാൽ മതിയായിരുന്നു, ഇത് ചുമ്മാ അടുത്ത വരുന്ന അടുത്ത് പോകുന്നു, കഥയും മുമ്പോട്ട് പോകുന്നില്ല. ഇയാളുടെ ഈ പൈസ കൊണ്ട് ഇയാളത് വെച്ച് കുറേ ചെയ്യുന്നു, അങ്ങനെ പോകാം. ലാസ്റ്റ് തീർന്നാൽ മതി വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും വിചാരിക്കുന്ന സ്ഥലത്ത് വെച്ച് തീരും. അപ്പോൾ നമ്മൾ അയ്യോ ഇതിങ്ങനെയാണ് തീരുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അതൊരു ട്വിസ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഞെട്ടിപ്പിക്കും, അയ്യോ തീർന്നു എന്ന് ഓർക്കുള്ളൂ. പിന്നെ ചുമ്മാ ടേലൻ്റായിട്ട് കുറച്ച് സംഭവം കാണിക്കും, അതിലും വലിയ കഥയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ കഥ നമുക്കൊരിക്കലും ആകരുത്. നമ്മൾ ഫേസ്ബുക്ക് വഴി പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഈ പടത്തിന് പൊട്ടിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ കഥ പറഞ്ഞ് പൊട്ടിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ സംഭവം ഇല്ല ഇതിൻ്റെ. ഇതൊരു 5ാം ക്ലാസ്സിലെ പയ്യൻ എഴുതാവുന്ന കഥയേ ഉള്ളൂ. നിങ്ങളിതിന് മുഴുവൻ തിരക്കഥ വായിച്ചിട്ട് പടം കാണാൻ പോയാലും, ഒന്നും അറിയാതെ പടം കാണാൻ പോയാലും വലിയ അർത്ഥ വ്യത്യാസമൊന്നും വരുന്നില്ല ഇതിൻ്റെ അകത്ത്. പിന്നെ എനിക്ക് ട്രെയിലറിൽ കുറച്ച് സീനൊന്നും പടത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കുറേ ലിങ്കിങ് ഒക്കെ മിസ്സിങ് ആണ്. പിന്നെ ചില സീനിലൊക്കെ അല്ലു അർജുൻ തന്നെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് ചില സോങ്ങിലും ഒക്കെ പുള്ളിന് അത്ര, ചിലപ്പോൾ പുള്ളി ആ ക്യാരക്ടർ പഠിക്കാൻ ശ്രമിച്ചായിരിക്കും. ഫസ്റ്റ് ഹാഫിൽ പുള്ളി ആ തോൾ ചരിച്ച് പോകുന്നത് നമുക്ക് പുള്ളി തോളിൽ ചരിച്ച് പോകുന്നതായിട്ട് ഫീൽ ചെയ്യത്തില്ല, ക്യാരക്ടർ ഫീലും. പക്ഷേ ഇവിടെ പല സ്ഥലത്തും പുള്ളി മനഃപൂർവ്വം അത് ഉള്ളതിൽ കൂടുതൽ ചെയ്ത് കാണിക്കുന്നല്ലോ. അപ്പോൾ ഫീൽ ചെയ്യും ഇങ്ങനൊരു ഇയാൾക്ക് അങ്ങനെ ഇതുണ്ടല്ലോ. OTT വരുവാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വരും. പിന്നെയും തിയേറ്ററിൽ തന്നെ കാണുവാണെങ്കിൽ BGM എനിക്ക് നന്നായിട്ട് വർക്കായി. പാട്ട് ഞാൻ മലയാളം കണ്ട, അപ്പം എൻ്റെ ലിറിക്സ് ഒന്നും വർക്കായില്ല. എനിക്കൊന്ന് ഇപ്പോൾ കയറിൽ പോലും ഇത്രയ്ക്കും ലോക്കലായിട്ടുള്ള ലിറിക്സ് ഇപ്പോൾ ഇടാറില്ല. അതുപോലെ ലോക്കലായിട്ടുള്ള ലിറിക്സ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻട്രോ പഞ്ച് കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ 3-4 പഞ്ച് സീനുകളുണ്ട്, അതൊക്കെ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. അന്ന് ഒരു ആവറേജ് മൂവിക്ക് വേണ്ട ഐറ്റം ഉണ്ട്. പക്ഷേ അത് ഉദ്ദേശിച്ചല്ലായിരുന്നു തിയേറ്ററിൽ പോയി. അതുകൊണ്ട് ആണ് എനിക്ക് ഇത്രയും കൂടുതൽ നെഗറ്റീവ് റിവ്യൂസ് വരുന്നത്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കാണാൻ നിങ്ങൾക്ക് ഒരു അല്ലു അർജുൻ ഒരു എന്താ പറയുക, ഒരു ഹെവി പെർഫോമൻസ് ആണ് എന്തായാലും പുള്ളിയുടെ കയ്യിൽ നിന്നുള്ളത്. അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. അതേ നാൾ തിയേറ്ററിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോയി കാണാം.